Hi all. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രസിഡന്റിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങളുടെ ബാക്കി ഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ പഠിച്ചു, പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ളവരുടെ എണ്ണവും അല്ലെങ്കിൽ അവർ എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ പ്രസിഡന്റിൻ്റെ ഇലക്ഷനെ കുറിച്ചും ഇലക്ഷൻ്റെ സമയത്ത് MLA-മാർക്കും MP-മാർക്കുമുള്ള വോട്ട് ഷെയറിനെ കുറിച്ചും ഓരോ വോട്ടിൻ്റെ വാല്യൂ എന്തരെയാണ് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് വേക്കൻസി സംഭവിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ആരാണ് വരുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാകണമെങ്കിൽ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ കാണുക. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി പ്രസിഡന്റ്. നിങ്ങളുടെ സിലബസിൽ പ്രത്യേകിച്ചും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇതിൻ്റെ എലക്ഷൻ, പവേഴ്സ്, ഫങ്ഷൻ, ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി പ്രസിഡന്റിലേക്ക് കടക്കുകയാണ്. പ്രസിഡന്റിന് പലതരത്തിലുള്ള പവേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്, ലെജിസ്ലേറ്റീവ് പവർ ഉണ്ട്. എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് നമ്മുടെ നിയമനിർമ്മാണ സമയത്ത് അവസാനമായിട്ട് ഇത് എക്സിക്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യവും എക്സിക്യൂഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ സാന്നിധ്യത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ എക്സിക്യൂട്ടീവ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഈവൻ ദോ പാർലമെൻറ്റ് ചെയ്യുന്ന പോലെ നിയമം ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും ചില നിയമങ്ങൾ വളരെ ചുരുക്ക സമയങ്ങളിൽ പ്രസിഡൻറ്റിനും ഉണ്ടാക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതുമാത്രമല്ല നിയമനിർമ്മാണത്തിനും എന്തുണ്ട്? പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരു ബില്ലെന്ന് പറഞ്ഞാൽ ഒരു നിയമത്തിന് വേണ്ടിയുള്ള ഒരു കരട് രൂപം, അത് നിയമമായിട്ട് മാറണമെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ ഒപ്പ് അവസാനത്തെ പടിയായിട്ട്, അവസാനത്തെ സ്റ്റെപ്പ് പ്രസിഡൻറ്റ് അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പം മെമ്പേഴ്സ് മാത്രം വിചാരിച്ചാൽ എന്താകില്ല, ഒരു ബില്ല് നിയമമാവത്തില്ല, അതിന് പ്രസിഡൻറ്റ് ഒപ്പും കൂടെ വെക്കണം. അപ്പം ലെജിസ്ലേറ്റീവായിട്ടുള്ള നിയമനിർമ്മാണവുമായിട്ടുള്ള പ്രസിഡൻറ്റിൻ്റെ 2 പവേഴ്സ് ഇതൊക്കെയാണ്. പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഫിനാൻഷ്യൽ പവേഴ്സ് ഉണ്ട്. ഫിനാൻഷ്യൽ എമർജൻസി ഒക്കെ പ്രഖ്യാപിക്കുന്നത് പ്രസിഡൻറ്റാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് പവേഴ്സ് നമ്മുടെ പ്രസിഡൻറ്റിനുണ്ട്. ഡിപ്ലോമാറ്റിക് പവേഴ്സ് ഉണ്ട്. ഡിപ്ലോമസി, അതായത് പല രാജ്യങ്ങളിലും നമ്മൾ എന്ന് ഇടപെടുമ്പോഴുള്ള സാഹചര്യങ്ങളിലുള്ള പ്രസിഡൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മിലിറ്ററി പവേഴ്സ്, നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലാ സൈനിക ആ ഒരു സേന, മിലിറ്ററി സേനയുടെയൊക്കെ ഏറ്റവും ഫസ്റ്റ് കമാൻഡർ എന്ന് പറയുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള കുറച്ച് പവേഴ്സ്. ലാസ്റ്റ് എമർജൻസി സമയത്ത് പ്രസിഡൻറ്റിന് പലതരത്തിലുള്ള പവേഴ്സ് ഉണ്ട്. അത് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ പവറുണ്ട്, എമർജൻസി നിർത്തണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ വിളിച്ച് ആളുകളെ ചർച്ച ചെയ്യുന്നതിന് പവറുണ്ട്. അതുപോലെ പ്രസിഡന്റ് റൂൾ അറിയാമല്ലോ നിങ്ങൾക്ക്. ആ സമയത്ത് പേര് പറയുന്ന പോലെ തന്നെ ഒരു പർട്ടിക്കുലർ പ്ലേസ് റൂൾ ചെയ്യുന്നത് അപ്പോൾ പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനം എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ ലെജിസ്ലേറ്റീവ് പവർ മാറ്റിയിട്ട്, അല്ല എക്സിക്യൂട്ടീവ് പവർ മാറ്റിയിട്ട് പ്രസിഡൻറ്റ് ഡയറക്റ്റ് റൂൾ ചെയ്യുക ആ സംസ്ഥാനത്തെ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകളാണ് പ്രസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പവേഴ്സ് ഓഫ് പ്രസിഡൻറ്റിൽ ഈ 7 പവേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. എക്സിക്യൂട്ടീവ് പവേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻ ഈസ് ഡൺ ഇൻ ഹിസ് നെയിം. അതായത് ഇന്ത്യ മഹാരാജ്യം എവിടെ എന്ത് ട്രീറ്റി സൈൻ ചെയ്താലും, എന്ത് തരത്തിലുള്ള ഗ്രൂപ്പിങ്ങിൽ പോയാലും, ഇപ്പോൾ UN-നൊക്കെ നമ്മൾ ചേർന്നിട്ടുണ്ട്. അപ്പം UN-ൽ പോയി ഇന്ത്യ മെമ്പർഷിപ്പ് എടുക്കുമ്പോഴും, ബ്രിക്സ് നമ്മൾ രൂപീകരിക്കുമ്പോഴും, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് ബൈലാറ്ററലായിട്ടുള്ള ട്രീറ്റീസൊക്കെ സൈൻ ചെയ്യുമ്പോഴും നമ്മൾ ഇതൊക്കെ പ്രസിഡൻറ്റിൻ്റെ പേരിലാണ്, ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പേരിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള പൊസിഷൻസ് ഉണ്ട്. UPSCയുടെ ചെയർമാൻ, UPSCയുടെ മെമ്പേഴ്സ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഫിനാൻസ് കമ്മീഷൻ, ഇങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CAG, ഇതുപോലെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനിലുള്ളവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. അതായത് പ്രസിഡൻറ്റിന് രാവിലെ എണീറ്റിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ട് ചുമ്മാതെ അപ്പോയിൻറ്റ് ചെയ്യുന്നതല്ല. പ്രസിഡൻറ്റ് ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ കേട്ടിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ അപ്പോയിൻമെൻറ്റ്സ് നടത്തത്തുള്ളൂ. ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ ഒരു കോറം വേണം. അതായത് ഒരു പർട്ടിക്കുലർ ഹൈ പവർ ടീം ഉണ്ടായിരിക്കും. ആ ടീമിലുള്ള എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ഒരാളെ തിരഞ്ഞെടുക്കുന്നു. ആ ആളെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്താ പ്രസിഡൻറ്റിൻ്റെ ജോലി. ഒരിക്കലും തിരഞ്ഞെടുക്കുകയല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ വരും സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചിലപ്പോൾ നിങ്ങളോട് തെറ്റിക്കാൻ ചോദിക്കുകയായിരിക്കും. നിങ്ങളെ തെറ്റിക്കാൻ ചോദിക്കും. എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത് പ്രസിഡൻ്റാണ്. തെറ്റാണ്. പ്രസിഡൻറ്റ് തിരഞ്ഞെടുക്കുകയല്ല, അത് അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. തിരഞ്ഞെടുക്കാൻ വേറൊരു ഹൈ പവർ കമ്മിറ്റി ഉണ്ട്. അതിനകത്ത് പ്രധാനമന്ത്രി, ഒപ്പോസിഷൻ ലീഡറും യൂണിയൻ മിനിസ്റ്ററും ഒക്കെയുള്ള ഒരു കമ്മിറ്റി ഓൾറെഡി ഫോം ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ വിജിലൻസിലുള്ള പ്രധാനപ്പെട്ട റോളുള്ള ആളുകളെയൊക്കെ പ്രസിഡൻറ്റ്
CBI, ഇതൊക്കെ പ്രസിഡൻ്റാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്. ഇതിനു വേണ്ടി രൂപീകരിക്കുന്ന പ്രത്യേക ഇലക്ട്രൽ കോളേജിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രൽ കോളേജ് എന്ന് പറയത്തില്ല, ഒരു ടീമിൻ്റെ ശുപാർശ പ്രകാരം പ്രസിഡൻറ്റിന് ഇപ്പം നിയമം ഉണ്ടാക്കുന്ന പ്രസിഡൻ്റ് അല്ല, പക്ഷേ നിയമം പാസ്സാവണമെങ്കിൽ ഒപ്പിടുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. സെയിം ആയി ഇവിടെ ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന പ്രസിഡൻ്റ് അല്ല, പക്ഷേ ഇവരൊക്കെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ ആര് വേണം? പ്രസിഡൻറ്റ് വേണം. അവസാനത്തെ കൈ എപ്പോഴും ആരുടെയാണ്? പ്രസിഡൻറ്റിൻ്റെയാണ്. ഓക്കെ, ഇപ്പോൾ എക്സിക്യൂട്ടീവ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ആർ മെയ്ഡ് ഇൻ ദ നെയിം ഓഫ് പ്രസിഡൻറ്റ്. ഇപ്പം പ്രസിഡൻറ്റിൻ്റെ പേരിലാണ് ഇപ്പോൾ എന്ത് കാര്യങ്ങളും എക്സിക്യൂട്ടീവ് കാര്യങ്ങളും ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട എന്ത് ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളും എപ്പോഴും എഴുതപ്പെടുന്നത് ആരുടെ പേരിലാണ്? ഈ പ്രസിഡൻറ്റിൻ്റെ പേരിലാണ്. അടുത്തെന്ന് പറയുന്നത് പല പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സും നടത്തുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. അതിൽ ഈവൻ പ്രധാനമന്ത്രിയെ പോലും അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. ഓക്കെ, അപ്പം പ്രധാനമന്ത്രി ആണെങ്കിലും അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണെങ്കിലും പിന്നെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ മെമ്പേഴ്സ്, ചെയർമാൻ, UPSCയുടെ ചെയർമാൻ, ഗവർണർ, ഫിനാൻസ് കമ്മീഷൻ, കണ്ടോ, ഇതുപോലുള്ള പ്രധാനപ്പെട്ട എലക്റ്റഡ് അല്ലാത്ത, നമുക്ക് ജനാധിപത്യ രാജ്യത്തിൽ എലക്റ്റഡ് അല്ലാത്ത കുറച്ച് ബോഡീസ് ഉണ്ടല്ലോ, അതിൽ ഇവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവറാണ് എന്നുള്ളത് ഓർക്കുക. പിന്നെ ചില കൗൺസിൽസ് ഉണ്ട്, അതായത് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലുണ്ട്, യൂണിയൻ ടെറിട്ടറീസ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിന് വേണ്ടിയുള്ള കൗൺസിലുണ്ട്, ട്രൈബൽ ആയിട്ടുള്ള കൗൺസിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം വിമണിന് വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടല്ലോ, കമ്മീഷൻ, ട്രൈബൽ കമ്മീഷൻ, ഇതൊക്കെ ബന്ധപ്പെട്ട കമ്മീഷൻസിലെ ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ അതൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. ഇപ്പോൾ പല കാര്യങ്ങളുണ്ട്, നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യുക, ചെയർ ആവുക, അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട് ഇതൊക്കെ തമ്മിൽ. അപ്പം നിങ്ങൾ ആ വേർഡ് കീവേഡ് മസ്റ്റായിട്ടും കേട്ടിരിക്കണം, അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം OBC പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷനെ നിയമിക്കുകയാണെങ്കിൽ ആ കമ്മീഷൻ, OBC കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. ഷെഡ്യൂൾഡ് ഏരിയ, ഷെഡ്യൂൾഡ് ട്രൈബ്, അപ്പം ഈ ഒരു കൺസർവേഷൻ, അവരുടെയൊക്കെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷൻസിനെ നിയോഗിക്കുന്നതും പ്രസിഡൻ്റാണ്. UTസും യൂണിയൻ ടെറിട്ടറീസും സ്റ്റേറ്റും ഒക്കെ തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൗൺസിൽസ് അല്ലെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽസ് ഇതൊക്കെ രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മെമ്പേഴ്സ്, ഇതിൻ്റെ ചെയർ, അതൊക്കെ ആരാണ്? വേറെ ആളുകളാണ്. അപ്പോൾ അതിൽ പ്രധാനമന്ത്രി കാണും, ഹോം മിനിസ്റ്റർ കാണും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് എന്നുള്ളത്. പ്രസിഡൻ്റ് ആണെന്നുള്ളവർ ഉറപ്പുവരുത്തുക. അപ്പോയിൻമെൻറ്റ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഗവർണറിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്, പ്രസിഡൻറ്റിൻ്റെ. അപ്പം ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഒരു നിയമം അല്ലെങ്കിൽ ഒരു ബില്ല് നിയമമാകണമെങ്കിൽ അവസാനം ആര് സൈൻ ചെയ്യണം? പ്രസിഡൻറ്റ് സൈൻ ചെയ്യണം. അതുപോലെ തന്നെ ഒരു രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭ വിളിച്ചു കൂട്ടുന്നതും അഡ്ജോൺ ചെയ്യുന്നതും അല്ലെങ്കിൽ സമ്മൺ ചെയ്യുന്നതും അഡ്ജോൺ ചെയ്യുന്നതും പ്രൊറോഗ് ചെയ്യുന്നതും അല്ലെങ്കിൽ ലോക്സഭ തന്നെ മൊത്തത്തിൽ ഡിസോൾവ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? പ്രസിഡൻ്റാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഒന്ന് നിയമം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? രാജ്യസഭ ലോക്സഭ സെഷനിലുണ്ടാവണം. അപ്പോൾ ഈ സെഷൻ വിളിച്ചു കൂട്ടുക, സമ്മൺ ചെയ്യുക എന്ന് പറയുന്നത് പ്രസിഡൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അത് എൻഡ് ചെയ്യുക, പ്രൊറോഗ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? പ്രസിഡൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് താൽക്കാലികമായിട്ട് അഡ്ജോൺ ചെയ്യുക, അത് നിർത്തിവെക്കൽ എന്താണ്? പ്രസിഡൻറ്റിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. ഇനി ഒരു വലിയ ഘട്ടം വരുമ്പോഴത്തേക്കും, ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ലോക്സഭ മൊത്തത്തിൽ ഡിസോൾവ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി വരികയാണ്. അതായത് മൊത്തത്തിൽ ഇനി ആദ്യം തൊട്ട് ജനറൽ ഇലക്ഷൻ നടക്കണം. അത് ഡിസോൾവ് എപ്പോഴൊക്കെ ഉണ്ടാകും? ഒന്ന് ആ ലോക്സഭയുടെ ടേം കഴിഞ്ഞതുകൊണ്ട് ഡിസോൾവ് ആകാം, അല്ലെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിലോ അല്ലെങ്കിൽ എന്താ പറയുക വിശ്വാസ്യത ഇല്ലയെന്ന് തെളിയിക്കപ്പെട്ടതുകൊണ്ടൊക്കെ ഒരു ലോക്സഭ എന്ത് ചെയ്യാൻ പറ്റും? മന്ത്രിസഭ താഴെ വീഴുമ്പോഴൊക്കെ ലോക്സഭ എന്താകും? ഡിസോൾവ് ആകാനുള്ള പ്രൊവിഷൻസ് വരും. അപ്പം പ്രസിഡൻറ്റിന് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഡിസോൾവ് ചെയ്യാനും അഡ്ജോൺ ചെയ്യാനും പ്രൊറോഗ് ചെയ്യാനും സമ്മൺ ചെയ്യാനും ഒക്കെ പറ്റും. ആർക്ക്? പ്രസിഡൻറ്റിന്. അപ്പം പ്രസിഡൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് പവറിലേക്ക് വരുമ്പം ഈ ലെജിസ്ലേറ്റീവ് വിളിച്ചു കൂട്ടുന്നതേ ആരാണ്? പ്രസിഡൻ്റാണ്. പക്ഷേ ഒരിക്കലും പ്രസിഡൻറ്റ് ലെജിസ്ലേറ്റീവിൻ്റെ ഭാഗമല്ല. നിയമനിർമ്മാണ സമയത്ത് പാർലമെൻറ്റിൽ ചെന്നിരിക്കത്തില്ല പ്രസിഡൻറ്റ്. ഒരിക്കലും പ്രസിഡൻറ്റ് നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമല്ല. എക്സെപ്റ്റ് ലാസ്റ്റ് സൈൻ ചെയ്യുന്നത് മാത്രം. ഒരു ബില്ല് ലോ ആകുമ്പോൾ പ്രസിഡൻറ്റ് സൈൻ ചെയ്യണം. ആ ഒരു ഘട്ടത്തിൽ മാത്രമേ പ്രസിഡൻറ്റ് എന്തുള്ളൂ? ഈ ഒരു നിയമനിർമ്മാണം എന്നുള്ള ലെജിസ്ലേറ്റീവ് പർപ്പസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർക്കുക. പിന്നെ ഒരു എലക്ഷൻ കഴിഞ്ഞു, ഒരു വിഭാഗം ആളുകൾ ജയിച്ചു,
അവരുടെ ആദ്യത്തെ സെഷൻ അല്ലെങ്കിൽ ഒരു വർഷത്തെ ആദ്യത്തെ സെഷൻ, ഒരു ജനറൽ ഇലക്ഷന് ശേഷമുള്ള ആദ്യത്തെ പാർലമെൻറ്റ് സെഷൻ അല്ലെങ്കിൽ ഒരു വർഷത്തിലെ ആദ്യത്തെ സെഷൻ, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് പ്രസിഡൻറ്റ് നൽകാറുണ്ട്. ഓക്കെ, അദ്ദേഹം പാർലമെൻറ്റിൽ വന്നിട്ട് ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നൽകും. ഇപ്പോൾ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അല്ലെങ്കിൽ ഓരോ വർഷത്തിൻ്റെയും തുടക്കത്തിലെ സെക്ഷനിൽ, ഒരു വർഷം തന്നെ എത്ര സെഷൻസ് ഉണ്ട്? 3 സെഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. മൺസൂൺ, പിന്നെ വിൻ്റർ, സമ്മർ, 3 എണ്ണം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ നമ്മൾ പാർലമെൻറ്റിൽ പഠിക്കും. ഓക്കെ, ഞാൻ ആ ഭാഗം നോക്കില്ല അതുകൊണ്ട്. അപ്പം ആ ഒരു 3 സെഷൻസ് ഉണ്ട് നമുക്ക് ഒരു വർഷം, 3-4 സെഷൻസ് ഉണ്ട്. അപ്പോൾ ആ സെഷൻസിൻ്റെ ആദ്യത്തെ സെഷൻ എന്ത് ചെയ്യും? പ്രസിഡൻറ്റ് വന്ന് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് കൊടുക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. എന്താണ്? പ്രസിഡൻ്റാണ് ലോക്സഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രസിഡൻഷ്യൽ അഡ്രസ്സ് പ്രസിഡൻ്റ് എല്ലാ കാലത്തും കൊടുക്കും. എപ്പോഴൊക്കെ? ഒരു സെഷൻ തുടങ്ങുമ്പോഴും, പിന്നെ അതായത് ഒരു ഇയറിൽ ആദ്യത്തെ സെഷൻ തുടങ്ങുമ്പോഴും, അല്ലെങ്കിൽ ജനറൽ ഇലക്ഷന് ശേഷമുള്ള ആദ്യത്തെ സെഷനിലും പ്രസിഡൻറ്റ് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നൽകുക എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്തത് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ഇവരുടെയൊക്കെ ആബ്സെൻസിൽ, ഇപ്പം അതൊക്കെ കുറച്ചുകൂടെ പാർലമെൻറ്റിൽ നമ്മൾ പഠിക്കും. പ്രിസൈഡിങ് ഓഫീസർ, ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ, പാർലമെൻറ്റിൻ്റെ പ്രിസൈഡിങ് ഓഫീസറായിട്ട് കണക്കാക്കുന്നത് ആരെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറയേണ്ടത്? സ്പീക്കർ. അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് വരുമ്പോൾ ചെയർമാൻ എന്നാണ് ആ ഒരു ചെയറിനെ വിളിക്കുന്നത്, ആ ഒരു സീറ്റിനെ അല്ലെങ്കിൽ ആ ഒരു പദവിയെ വിളിക്കുന്നത്. രാജ്യസഭ ചെയർമാൻ എന്നാണ് അവിടുത്തെ സ്പീക്കറിനെ വിളിക്കുന്നത്, പ്രിസൈഡിങ് ഓഫീസറിനെ വിളിക്കുന്നത്. അപ്പം ഒരു സഭയുടെ പ്രിസൈഡിങ് ഓഫീസറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ സ്പീക്കറാണ്. ഈ സ്പീക്കർ ഇല്ലാത്തപ്പോൾ ആരാണ് ആ സ്ഥാനം കൈകാര്യം ചെയ്യുന്നത്? ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലാത്തപ്പോഴോ അവിടെ ഒരു പാനൽ ഓഫ് ഡെപ്യൂട്ടി സ്പീക്കേഴ്സ് ഉണ്ട്. ഒരു സെറ്റ് ഡെപ്യൂട്ടി സ്പീക്കേഴ്സിനെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇവരുടെ ആബ്സെൻസിൽ പണിയെടുക്കാൻ വേണ്ടി. അവരിൽ ഒരാളെ ഡെപ്യൂട്ടി സ്പീക്കറിനെ തിരഞ്ഞെടുക്കുന്നത്, അതായത് സ്പീക്കറായിട്ട് ഈ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ അഭാവത്തിൽ പാനൽ ഓഫ് ഡെപ്യൂട്ടി സ്പീക്കേഴ്സിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് പ്രിസൈഡിങ് ഓഫീസർ ആക്കുന്നത് ആരുടെ ജോലിയാണ്? പ്രസിഡൻറ്റിൻ്റെ ജോലിയാണ്. ഇവിടെ ലെജിസ്ലേറ്റീവിൽ പ്രസിഡൻറ്റ് എന്താണ് പവർ കാണിക്കുന്നുണ്ടല്ലോ, അപ്പം അതാണ് ലെജിസ്ലേറ്റീവ് പവറിൽ ഒരെണ്ണം. അപ്പം സ്പീക്കറിൻ്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറിനെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറും സ്പീക്കറും ഓൾറെഡി തിരഞ്ഞെടുത്തവരാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും അഭാവത്തിൽ വേറൊരു പ്രിസൈഡിങ് ഓഫീസറിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതും പ്രസിഡൻറ്റിൻ്റെ ജോലിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. 2 ഹൗസിലും, ഇപ്പം രാജ്യസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും പ്രിസൈഡിങ് ഓഫീസറിനെ തിരഞ്ഞെടുക്കുന്ന അദ്ദേഹമാണ്. രാജ്യസഭയിൽ 12 മെമ്പേഴ്സിനെ പ്രസിഡൻറ്റിന് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പം ഈ 12 പേര് പല ഭാഗത്ത് അല്ലെങ്കിൽ പല മേഖലകളിൽ പ്രാതിനിധ്യം തെളിയിച്ചവരായിരിക്കും. അപ്പം അവരെ എലക്ട് ചെയ്യുകയല്ല, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എലക്ട് ചെയ്തല്ല അവർ രാജ്യസഭയിലേക്ക് വരുന്നത്. പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ഇന്ത്യയിലെ 12 പ്രമുഖരെ നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രസിഡൻറ്റിൻ്റെ നോമിനേഷൻ 12 പേർക്ക് നൽകുന്നുണ്ട്. അപ്പം രാജ്യസഭയിലേക്ക് നിയമനിർമ്മാണത്തിന് 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നതും ആരാണ്? പ്രസിഡൻ്റാണ്. അപ്പം എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ നോമിനേഷൻ നടക്കുന്നത്? പ്രധാനമായിട്ട് 4 മേഖലയിലുള്ളവരെയാണ് പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്യുന്നത്. ലിറ്ററേച്ചർ, ആർട്സ്, സോഷ്യൽ സയൻസ്, ഇത്രയുമാണ്. ഈ 4 മേഖലയിലുള്ളവരെയാണ് പ്രസിഡൻറ്റ് രാജ്യസഭയിലേക്ക് നോമിനേഷൻ നൽകി വിടുന്നത്. എത്ര പേരെ? 12 പേരെ. ഇത് ഞാൻ പഠിച്ചു വെച്ച കോഡ് ലിസ എന്നാണ്. ഓക്കെ, അല്ല ലിസ, ലിറ്ററേച്ചറിൻ്റെ LI, സോഷ്യൽ സയൻസിൻ്റെ S, സയൻസിൻ്റെ S, A ഫോർ ആർട്ട്, ലിസ. പിന്നെ ദേവി ഇത് സ്പോർട്സ് ആണ് S എന്ന് വിചാരിക്കരുത്. സച്ചിൻ തെണ്ടുൽക്കറൊക്കെ രാജ്യസഭാ അംഗമായിരുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും സ്പോർട്സ് ഉണ്ടെന്ന്. അദ്ദേഹം സോഷ്യൽ സർവീസിനാണ് കയറിയത്. അപ്പം ശാസ്ത്രം, കല, സാഹിത്യം, പിന്നെ സാമൂഹ്യ സേവനം, ഇത്രയും കാര്യങ്ങളിലുള്ള പ്രമുഖരായിട്ടുള്ളവരെയാണ് രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്? നോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ലെജിസ്ലേറ്റീവിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പവേഴ്സ് ഇതാണ്. പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റ് ഇരിക്കെ, ഇനി പാർലമെൻറ്റ് ഇല്ലാത്ത സമയത്ത്, ഇപ്പോൾ പാർലമെൻറ്റ് സെഷനിലില്ല. അപ്പം നിങ്ങൾക്കറിയാം പാർലമെൻറ്റ് ഓരോ സെഷനും കൂടുകയാണോ, ഒരു സെഷൻ കൂടി അത് കഴിഞ്ഞ് ഗ്യാപ്പുണ്ട്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷൻ പാർലമെൻറ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പിൽ എന്ത് ചെയ്യണം? പെട്ടെന്നൊരു നിയമം ഉണ്ടാക്കണമെങ്കിൽ പാർലമെൻറ്റ് ഇല്ലല്ലോ, രാജ്യസഭയും വിളിക്കണം ലോക്സഭയും വിളിക്കണം, ഇതിനെ രണ്ടിനെയും കൂടെ വിളിച്ചു കൂട്ടുന്നതൊക്കെ പാടായതുകൊണ്ട് പ്രസിഡൻറ്റ് എന്ത് ചെയ്യും? ഓർഡിനൻസ് മേക്ക് ചെയ്യും. പ്രസിഡൻറ്റ് താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്ന ചെറിയ നിയമങ്ങളെയാണ് ഓർഡിനൻസ് എന്ന് വിളിക്കുന്നത്. ഓർഡിനൻസ് മേക്കിംഗ് പവർ പ്രസിഡൻറ്റിനുണ്ട് എന്നോർക്ക്. അതിൻ്റെ
അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ടെമ്പററി ആണ്, അത് താൽക്കാലികമാണ്. പാർലമെൻറ്റ് കൂടിക്കഴിഞ്ഞ് ഒരു നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, ആ ഓർഡിനൻസ് ഒന്നല്ലെങ്കിൽ അപ്രൂവ് ചെയ്ത് നിയമമാക്കണം, അല്ലെങ്കിൽ അതിനോട് എതിരാണെങ്കിൽ ആ ഓർഡിനൻസ് അവിടെ ക്യാൻസലാകും. പകരം വേറൊരു നിയമം പാർലമെൻറ്റ് തന്നെ സമയമെടുത്ത് ഉണ്ടാക്കണം. അപ്പം ഓർഡിനൻസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ പാർലമെൻറ്റിൽ കുറേ കൂടെ വിശദമായിട്ട് ഇത് പഠിക്കും. അപ്പം ഓർഡിനൻസ് എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ പ്രസിഡൻറ്റിൻ്റെ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. കാരണം ഓർഡിനൻസ് മേക്കിംഗ് ഇച്ചിരി കട്ടിയുള്ളൊരു കാര്യമാണ്. അതായത് ഇന്ത്യയിൽ നമ്മൾ എലക്ട് ചെയ്തിട്ടുള്ള എം പിമാരെല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് ഉണ്ടാക്കുന്ന നിയമം പ്രസിഡൻറ്റ് പാർലമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ പ്രസിഡൻറ്റ് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന നിയമത്തിന് കുറച്ച് വെയിറ്റേജ് കൂടുതലല്ലേ. കാരണം പ്രസിഡൻ്റ് എന്ന് പറയുന്ന ആൾ ഒറ്റയ്ക്ക് ഒരു നിയമം ഉണ്ടാക്കുമ്പം അതിൻ്റേതായൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഓർഡിനൻസ് എന്ന് പറയുന്ന സംഭവം, ഓർഡിനൻസ് മേക്കിംഗ് പവർ തന്നെ ഒരു വലിയ പവറാണ്. അത് സെപ്പറേറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ. ഇങ്ങനെ കുറച്ച് ബോഡീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റിപ്പോർട്ടുകൾ ആർക്കാണ് കൈമാറ്റം ചെയ്യുന്നത്? പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രസിഡൻറ്റിൻ്റെ ടീമിലുള്ളവർ ഒരു റിപ്പോർട്ട് പ്രസിഡൻറ്റിന് കൈമാറുമ്പോൾ അത് പാർലമെൻറ്റിന് സമർപ്പിക്കുക എന്നുള്ളത് ആര് ചെയ്യുന്നതാണ്? പ്രസിഡൻ്റാണ് ചെയ്യുന്നത്. UPSC ആണെങ്കിലും ഫിനാൻസ് കമ്മീഷൻ ആണെങ്കിലും CAG ആണെങ്കിലും ഇവരുടെയൊക്കെ റിപ്പോർട്ട് പാർലമെൻറ്റ് മുഖാന്തരം സമർപ്പിക്കുന്നത് ആരുടെ ജോലിയാണ്? നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ജോലിയാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് ലെജിസ്ലേറ്റീവ് പവറിൽ വരുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രസിഡൻറ്റിൻ്റെ പവറാണ്. നമുക്കറിയാം ഫിനാൻഷ്യൽ എമർജൻസി ഒക്കെ പ്രഖ്യാപിക്കുന്നത് പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ബില്ലുകളെ അല്ലെങ്കിൽ നിയമങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? മണി ബിൽ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ഉള്ള സംഭവമാണ് മണി ബിൽ എന്ന് പറയുന്നത്. ഈ മണി ബില്ലാണ് പാസ്സായിട്ട് പല പല ഫിനാൻഷ്യൽ നിയമങ്ങളാവുന്നത്. ഇപ്പോൾ GST ഒരു മണി ബില്ലാണ്. ആ മണി ബില്ലാണ് പിന്നെ അത് പാസ്സായപ്പെട്ട ശേഷം GST ആക്ട് ആയിട്ട് മാറുന്നത്. അപ്പം ഇതുപോലുള്ള മണി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ആരുടെ അനുവാദം വേണം? പ്രസിഡൻറ്റിൻ്റെ അനുവാദം വേണം എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ പ്രസിഡൻ്റാണ് ബഡ്ജറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ബഡ്ജറ്റ്, അല്ലെങ്കിൽ അതിനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. ഓക്കെ, നാളെ നിങ്ങളൊരു ക്വസ്റ്റ്യനിലല്ലേ സ്റ്റേറ്റ്മെൻറ്റ് കാണുകയാണ്, പ്രസിഡൻ്റാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പാർലമെൻറ്റിൽ സമർപ്പിക്കുന്നത് എന്ന് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതെന്താ എന്ന് വിചാരിക്കരുത്. കാരണം എന്താണ്? അത് ബഡ്ജറ്റാണ്. പ്രസിഡൻ്റാണ് പാർലമെൻറ്റിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിക്കുന്നത്. ആരാണ് അവതരിപ്പിക്കുന്നത്? അത് ഫിനാൻഷ്യൽ മിനിസ്റ്ററാണ്. ആരാണ് ഇതുണ്ടാക്കുന്നതും? അത് ഫിനാൻസ് മിനിസ്റ്ററാണ്. ഓക്കെ, അപ്പം ബഡ്ജറ്റ് പാർലമെൻറ്റിൽ സമർപ്പിക്കുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ പവേഴ്സാണ് പറയുന്നത്. പിന്നുള്ളതെന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷൻ. എല്ലാ 5 വർഷം കൂടുമ്പോഴും അദ്ദേഹമാണ് ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ കണ്ടീജൻസി ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ടുണ്ട്. എങ്ങാനും വല്ല എമർജൻസിയും വരികയാണെങ്കിൽ നമുക്ക് പണം എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഫണ്ടാണ് കണ്ടീജൻസി ഫണ്ട്. നമുക്ക് പ്രധാനമായിട്ടും 3 ഫണ്ടുകളുണ്ട്: കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, പബ്ലിക് ഫണ്ട്സ് ഓഫ് ഇന്ത്യ, കണ്ടീജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് എല്ലാ പൈസയും, നമ്മുടെ ടാക്സിൻ്റെ ഒക്കെ ഒരു വലിയ പൂളാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. പബ്ലിക് ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ, ഇപ്പം ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ ഗവൺമെൻറ്റിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അവർ വിഡ്രോ ചെയ്യുമ്പോൾ, അതായത് ഗവൺമെൻറ് എംപ്ലോയീസിന് സ്റ്റേക്കുള്ള ജനങ്ങളുടെ പൈസയാണ് പബ്ലിക് ഫണ്ടിലുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് പബ്ലിക് ഫണ്ട് എന്നുള്ളത്. അവർ സർവീസിൽ നിന്നൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ ആ ഫണ്ടിൽ നിന്ന് കുറച്ച് പൈസ എടുക്കും. അതേസമയം ആരൊരു സർവീസിലേക്ക് കയറുമ്പോൾ ഈ ഫണ്ടിലോട്ടാണ് അവർ അത് സർവീസിൻ്റെ ഉള്ള കാലം മുഴുവനും പൈസ ഇടുന്നതും. അപ്പം ഈ ജനങ്ങളിലേക്ക് ഒരു ബാധ്യതയുള്ളൊരു ഫണ്ടാണ് പബ്ലിക് ഫണ്ട് എന്ന് പറയുന്നത്. അതിൽ നിന്നും ഗവൺമെൻറ് എന്ത് ചെയ്യാറുണ്ട്? കുറച്ച് ഫിനാൻസ് മാനേജറുണ്ട് പണം എടുത്തിട്ട്. അതുപോലെ 3ാമത്തെ ഫണ്ടാണ് കണ്ടീജൻസി ഫണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ കണ്ടീജൻസി ഫണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം പ്രസിഡൻറ്റിന് കണ്ടീജൻസി ഫണ്ടിൽ നിന്നും ആവശ്യാനുസരണം പേയ്മെൻറ്റും കാര്യങ്ങളും അഡ്വാൻസസ് മേക്ക് ചെയ്യാൻ പവറുണ്ട് എന്നോർക്കുന്നത്. നിങ്ങൾ ഇത്രയും ചെയ്താൽ പേയ്മെൻറ്റ് കാര്യങ്ങൾ നടത്താൻ പവറുണ്ട് പ്രസിഡൻറ്റിന് എന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ പ്രധാനമായിട്ടുള്ളത് ഈ ഫിനാൻഷ്യൽ എമർജൻസി ഒക്കെ പ്രഖ്യാപിക്കുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ എമർജൻസി ആയി എന്ന് പറയുന്നത്. അപ്പം അത് പ്രഖ്യാപിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. അപ്പം വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. പവേഴ്സ് ആണെങ്കിൽ തീരുന്നില്ല. ഇനി നമുക്ക് ജുഡീഷ്യൽ, ഡിപ്ലോമാറ്റിക്, മിലിറ്ററി ആൻഡ് എമർജൻസി പവേഴ്സും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വീറ്റോ പവറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ലാസ്റ്റ് നമുക്ക് ഓർഡിനൻസ് മേക്കിംഗ് പവറിനെ കുറിച്ച് വിശദമായിട്ടും പറയാനുണ്ട്. അപ്പം ഇത്രയും വീഡിയോയുടെ ലെങ്ത് ഞാൻ 20 മിനിറ്റ്സേ ആക്കാറുള്ളൂ പൊതുവെ. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് തൽക്കാലത്തേക്കൊന്ന്
നിർത്തുകയാണ്. അപ്പം ബാക്കി പവേഴ്സിനെ കുറിച്ച് ഉടനെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ക്ലാസ് ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു നമ്മൾ? എക്സിക്യൂട്ടീവ് പവേഴ്സ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ്, ഫിനാൻഷ്യൽ പവേഴ്സ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എക്സിക്യൂട്ടീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അപ്പോയിൻമെൻറ്റ്സ് കാര്യങ്ങളുമാണ് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് എല്ലാ ഫോർമൽ ആക്ഷനും നടക്കുന്നത്. അപ്പോൾ അതാണ് എക്സിക്യൂട്ടീവ്. ലെജിസ്ലേറ്റീവിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു ലോക്സഭ വിളിക്കുന്നതും നിർത്തുന്നതും കളയുന്നതും ഒക്കെ ആരാണ്? പ്രസിഡൻ്റാണ്. പിന്നെ ഓരോ സെഷൻ്റെയും തുടക്കത്തിൽ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ ഇല്ലാത്ത സമയത്ത് ആ സ്ഥാനത്തേക്ക് ഒരു ഡെപ്യൂട്ടി സ്പീക്കറിനെ അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറിനെ കൊണ്ടുവരിക എന്നുള്ളത് ആരുടെ ജോലിയാണ്? തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആരുടെ ജോലിയാണ്? പ്രസിഡൻറ്റിൻ്റെ ജോലിയാണ്. പിന്നെ നോമിനേഷൻ, രാജ്യസഭയിലേക്ക് 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ളതും പ്രസിഡൻറ്റിൻ്റെ ജോലിയാണ്. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ്, അത് ഞാൻ പറയാൻ പറ്റുപോയി. മെമ്പേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷനിൽ അന്വേഷണവും കാര്യങ്ങളോ അല്ലെങ്കിൽ ലാസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രസിഡൻറ്റിന് ഒരു സ്റ്റേക്ക് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. കാരണം ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ സ്പീക്കറിന് കുറേ കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ആൻറ്റി ഡിഫെക്ഷൻ ലോയുടെ കാര്യത്തിൽ അത് മൈൻഡ് ചെയ്യേണ്ട. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഉണ്ട് അദ്ദേഹത്തിന്. CAG-യുടെയും പിന്നെ ഫിനാൻസ് കമ്മീഷൻ്റെ UPSC-യുടെ ഒക്കെ റിപ്പോർട്ട് അദ്ദേഹമാണ് സ്റ്റേറ്റിന് അദ്ദേഹമാണ് പാർലമെൻറ്റിന് മുന്നാലെ സമർപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ബാക്കി ജുഡീഷ്യൽ, ഡിപ്ലോമാറ്റിക് ആൻഡ് മിലിറ്ററി ആൻഡ് ഓൾസോ എമർജൻസി ഞാൻ നെക്സ്റ്റ് ക്ലാസ് പറയുന്നതായിരുന്നു. താങ്ക് യു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.